ആ മര്യാദയില്ല, ആ അന്തസ്സും മര്യാദയും CPM-ന് ഞാനാ പറഞ്ഞത്. അന്നത്തോണ്ട് മന്ത്രി റിയാസിനെതിരായിട്ടുള്ള വിവാദം അവസാനിച്ചു. പിന്നെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ പോലും കൊടുത്തിട്ടില്ല. രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും ഒക്കെ പലരുടെയും കൂടെ ഫോട്ടോ എടുക്കും. നാളെ ഇപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര പേര് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കും? ചിലപ്പോൾ തോളെ കൈയിടും ആളുകൾ, നമുക്ക് പരിചയമില്ലാത്തവർ. നാളെ അയാൾ ഏതെങ്കിലും കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ഞാനും അയാളോട്ട് ഇളിച്ചുകൊണ്ടിരിക്കുന്ന പടം വരും. എന്നിട്ട് തോളെ കൈയിട്ടിരിക്കുക ഭയങ്കര ബന്ധമാണെന്നും പറയും. തോളെ കൈയിട്ട് നമ്മുടെ തോളെ കൈയിടുന്നവരൊക്കെ നമ്മളുമായിട്ട് ഭയങ്കര ബന്ധമുള്ളവരാണ്. ഫോട്ടോ എടുക്കാൻ വന്നവരൊക്കെ ഇപ്പോൾ തോളെ കൈയിടും. അതൊക്കെ പറയണതിനൊരു മര്യാദ അന്തസ്സും വേണം. ആ അന്തസ്സും മര്യാദ CPM-ന് ഈ കൊണ്ടുപോയേ പറ്റുള്ളൂ, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഞാൻ പറഞ്ഞതല്ല, കോടതിയാണ് പറഞ്ഞത്. അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു എന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല, കേരളത്തിലെ ഹൈക്കോടതിയാണ് പറഞ്ഞത്. അത് മറക്കണ്ട. ആ കട്ടവരാണ് ജയിലിൽ കിടക്കുന്നത്, CPM നേതാക്കൾ. എന്നിട്ട് അവരെ നടപടി പോലുമില്ല. കേരളത്തിലെ CPM ഞങ്ങൾ പറഞ്ഞല്ലോ, ഭൂരിപക്ഷ പ്രീണനവും സൗകര്യം പോലെ ന്യൂനപക്ഷ പ്രീണനവും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ പ്രീണനം, അത് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ പ്രീണനം. ഇപ്പം ലോക്കൽ ബോഡി കഴിഞ്ഞപ്പോൾ രണ്ടുമില്ല, മൊത്തം കൺഫ്യൂഷനാണ്. ആരെ പ്രീണിപ്പിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. ഇതാണ് നിലനിൽക്കുന്നത്. ഇത് അവരുടെ കൂടെ നടക്കുന്നവർക്ക് ബോധ്യമുണ്ട്. കമ്മ്യൂണിസം ഇടതുപക്ഷ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചു, തീവ്ര വലതുപക്ഷമാണ്. കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ CPM-ഉം തീവ്ര വലതുപക്ഷ നിലപാടാണ്. BJP-യുടെ അതേ സ്റ്റൈലിലല്ലേ ഇവിടെ മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്? എപ്പോഴാണ് ശ്രമിച്ചത്? BJP ചെയ്യുന്ന അതേ പണിയല്ലേ ചെയ്തത്? അതേ പണിയാണ് ചെയ്തത്. സംഘപരിവാറിൻ്റെ അതേ പാതയിലൂടെയാണ് കേരളത്തിലെ CPM പ്രയാണം നടത്തുന്നത്. ഭയങ്കര നട്ടലും ഭയങ്കര ഇരട്ടച്ചങ്കുമാണ്. പക്ഷേ അമിത്ഷായും നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അവിടെ ഒപ്പിട്ട് കൊടുക്കും.